ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പ്ലേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആമ്പലുകളിൽ മഞ്ഞ ആമ്പൽ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മഞ്ഞ ആമ്പലിൻ്റെ കുറേ വെറൈറ്റീസ് എൻ്റെ ഇരിപ്പുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് കാണാം. എല്ലാത്തിലും ഫ്ലവർ ഇല്ല, എന്നാലും ഒരെണ്ണത്തെ ഇപ്പോൾ ഫ്ലവർ കുറവുള്ളൂ, ബാക്കിയുള്ള എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ വീട്ടിൽ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എല്ലാം അടിപൊളി ഫ്ലവർ ആയിട്ട് തിളങ്ങി നിൽപ്പുണ്ട്. അങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ബട്ട് ഇന്ന് വീഡിയോ എടുക്കാൻ ഒട്ടും സമയമില്ല, വിശപ്പുണ്ട്. സോ ഇനി വീട്ടിൽ പോയി കഴിക്കണമൊക്കെ. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. മഞ്ഞ ഫ്ലവേഴ്സ് എല്ലാം കാണിക്കണോ അതോ മഞ്ഞ ആമ്പൽ മാത്രം? എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിഥിയാണ് നമ്മുടെ ഇതിൻ്റെ പേരാണ് നമ്മുടെ പൂവാഡോളം എന്നറിയപ്പെടുന്ന വാട്ടർ ലില്ലിയാണ്. നമുക്ക് നിറച്ച് ഫ്ലവേഴ്സ് തരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടുക്കാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല അടുക്കാണ്. നോർമൽ ഇതൾ പോലെ ഏകദേശം ഒരു നമുക്കൊരു എന്തായാലും ഒരു 200, 300, 500 അടുപ്പിച്ച് പെറ്റൽസ് ഉണ്ട്. 500 കാണില്ല, ഒരു 200 പെറ്റൽസ് ഇങ്ങനെ ഇതുണ്ടാവും. അത് എണ്ണി നോക്കുന്നൊരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അത്രയും പെറ്റൽസ് ഇതിനുണ്ട്. ഇതാണ് പൂവാഡോള്. ഇതിൻ്റെ ലീഫ് ഇതെങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് കിഴങ്ങിന്നാണ് പൊടിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ നമുക്ക് വേറെയും പ്ലാന്റ് ഇരിപ്പുണ്ട് പൂവാഡോളി തന്നെ. അത് അത്യാവശ്യം വെയിലുള്ളൊരു പ്ലേസിലാണ്. അങ്ങോട്ട് നമുക്ക് പോകാം. ഓക്കെ, അതൊക്കെ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് പൂവാഡോളിൻ്റെ വേറൊരു ഫ്ലവർ. ഇത് രണ്ടും പൂവാഡോൾ തന്നെയാണ്. കണ്ട, എൻ്റെ എല്ലാ പ്ലാന്റ്സിനും നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കെയർ എന്ന് പറഞ്ഞാൽ കൂടുതലല്ല വച്ചേക്കരുത്. ഒരു 3-4 ലീഫ് മാത്രം വച്ചേക്കുക. പ്ലാന്റൊക്കെ അടിപൊളി ഫ്ലവർ തരും. കൂടുതലില നിന്നാലേ ഫ്ലവർ തരുമെന്നൊന്നുമില്ല, കുറച്ചില നിന്നാലേ ഫ്ലവർ തരും കേട്ടല്ലേ. അതാണ് ഏറ്റവും ഒരു വലിയൊരു ടിപ്പ്, ഏറ്റവും സിമ്പിൾ ടിപ്പാണ്. ഓക്കെ, അടുത്തൊരു വെറൈറ്റി. ഇത് കാർലോസ് സൺഷൈനാണ്. നമ്മുടെ എന്ത് പറയാം, ഇന്നോസെൻസ് വാട്ടർ ലില്ലി എന്ന് പറയുന്ന അതിൻ്റെ ഏകദേശം ഒരു ടൈപ്പാണ് ഈ സാധനം. ഇലയിൽ നിന്ന് പൊടിക്കും, നിറച്ച് തൈകളും കിട്ടും. എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ് എല്ലാം നശിച്ചു പോയതാണ്. ബട്ട് വീണ്ടും എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഈ പ്ലാന്റ് വീണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. അതിലൊത്തിരി സന്തോഷമുണ്ട് എനിക്ക്. ആ നശിച്ചു പോയെന്ന് പ്രതീക്ഷിച്ച പ്ലാന്റ് വീണ്ടും തിരിച്ച് പൂക്കളുമായി ഇവിടെ വന്നു. കാരണം ഇത് വേറെ എന്തോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇന്നോസെൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ നിന്നതാണ്. ബട്ട് എന്താ ഇതിന് പൂ വന്നു, സന്തോഷമായി. എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ നല്ല വിഷമമായിരുന്നു ഇടയ്ക്ക്. ബട്ട് പോയില്ല. നൗ ആൾസോ ഹിയർ. അടുത്ത് വേറൊരു പ്ലാന്റ്. സീൻഡാർക്ക് എൻ്റെ പേര്. ട്രയൽ ബ്ലേസർ. അടുത്ത പേര് ട്രയൽ ബ്ലേസറാണ്. ഇവൻ ട്രയൽ ബ്ലേസർ എന്നാണ് ഇവൻ്റെ പേര്. ഇതൊരു മഞ്ഞ ആമ്പലാണ്. കണ്ട, ഇതിൻ്റെ പെറ്റൽസ് നമ്മൾ കാർലോസ് സൺഷൈനെ പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് ഇപ്പോൾ മഞ്ഞ ആമ്പലുകൾ കഴിഞ്ഞില്ല, ഇനിയുണ്ട് മഞ്ഞ ആമ്പൽ. ഇനിയുള്ളൊരു മഞ്ഞ ആമ്പൽ ഇവനാണൊരു മഞ്ഞ ആമ്പലാണ്. ബട്ട് അതിൻ്റെ ലൈഫ്സ് അത്ര കൊള്ളില്ല, ഒരുമാതിരി നിൽപ്പുണ്ട്. ഫ്ലവറും ഇല്ല. അതിന് ഫ്ലവർ എൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ 5-6 പ്രാവശ്യം മാത്രമേ ഫ്ലവർ വന്നിട്ടുള്ളൂ. ഇത് അതൊരു ഹാർഡി വെറൈറ്റിയാണ്. അതിൻ്റെ പേര് നമുക്ക് മെക്സിക്കാനോ എല്ലാം ആണ്. അത് നമ്മളൊരു 300 അകത്ത് 150-നകത്തൊക്കെയാണ് പല സമയത്ത് റേറ്റ് വരുന്നത്. അത് നമ്മളതിൽ സാധനം സ്റ്റോക്കുള്ള അനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത്. പിന്നെ ഉള്ള മഞ്ഞ ആമ്പലിൽ എന്നും വിരിയുന്നതും വളരെ റേറ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയൊരു അടിപൊളി ആമ്പലാണ്. ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ മഞ്ഞയുടെ ഞക്കുവാമ എന്ന് പറഞ്ഞ വെറൈറ്റി ആകുമ്പോൾ. ഓക്കെ, പിന്നെ വണ്ട് ഇപ്പോൾ കൊല്ലുമായിരുന്നു തന്നെ. ഓക്കെ, നിറച്ച് പൂക്കൾ തരും കണ്ട. പക്ഷേ ഇതിന് ആ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ലീവ്സ് വരും. അങ്ങനത്തെ ഒരു പ്ലാന്റാണ് ഇത്. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. നിറച്ച് ഫ്ലവേഴ്സ് വരും. ഓക്കെ, അത് നമുക്കൊരു 350-6 ഇഞ്ചിനകത്തൊക്കെ വരും. ആ പ്ലാന്റ് ഇവിടെ വേറെയും നിൽപ്പുണ്ട്. നിറച്ച് പൂക്കളാണ്. പൂക്കൾ കൊണ്ട് ഒരു കാട് തന്നെ തീക്കും. അങ്ങനെ നിറച്ച് പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ്. ആ പ്ലാന്റിൻ്റെ പേര് നമ്മുടെ ഞക്വാമിൻ്റെ യെല്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള ഈ മഞ്ഞ ആമ്പലിൻ്റെ വെറൈറ്റീസ് വരുമ്പോൾ. പിന്നെ മഞ്ഞയിൽ വേറെ നമുക്കിവിടെ മഞ്ഞ ഫ്ലവർ വിരിയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബട്ട് പ്ലാന്റ് ഇപ്പോൾ അങ്ങ് ചത്ത അവസ്ഥയിൽ നിൽപ്പുണ്ട്. ഇത് നമ്മളിലുള്ള ഒരു തരത്തിൽ ആമ്പലാണ്. അത് സ്മാൾ വാട്ടർ ലില്ലി എന്നറിയപ്പെടുന്നതാണ്. അത് വെയിലടിച്ച് കരിഞ്ഞു പോയി. പിന്നെ അടുത്തുള്ള നമ്മുടെ മെയിൻ അതിഥിയാണ് ഇവിടെയുള്ള വാട്ടർ പോപ്പി. കണ്ട, വാട്ടർ പോപ്പികളെല്ലാം നിറച്ച് ഫ്ലവർ വന്നു. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കുമെങ്കിൽ അറിയായിരിക്കും എന്തായിരിക്കും ഇതിൻ്റെ ടിപ്പെന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമെന്നുള്ളവർ ആ ടിപ്പിൻ്റെ പേരെന്ന് ഇടുക. ഓക്കെ, ഇതിൽ നിറച്ചും മുട്ടുകളുണ്ട്. കേട്ടോ, ഇവിടെയെല്ലാം മുട്ട് കിടക്കണുണ്ടോ ഈ വിരിഞ്ഞ പൂക്കൾ. അത്യാവശ്യം നിറച്ചും മുട്ടുണ്ട്. അതിൻ്റെ ടിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെ വിരിക്കണമെന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. വളരെ സിമ്പിൾ മെത്തേഡാണ്. ആ സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാത്തിനും ആ ഒരു മരുന്ന് മാത്രം കൊടുത്താൽ മതി. എല്ലാ ആമ്പലുകളും നിറച്ച് പൂക്കൾ തരുന്നത്. ഇവിടെ നോക്കി നോക്കും, പൂക്കളില്ലാത്തത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി കുറച്ച് താമരകൾ നിറച്ച് നിൽപ്പുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ കുറച്ച് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. ബ്രോ കൊള്ളായിരുന്നോ അല്ലെങ്കിൽ എന്ത് കൊള്ളില്ലയോ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. എങ്കിലേ എനിക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസം വരുത്തണമെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എന്നും കാണിക്കുന്ന പോലെ തന്നെ ഇതുപോലെ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ
എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ഇട്ടാൽ മതി. മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ എപ്പോഴും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും നമുക്ക് എപ്പോഴും റിപ്ലൈ തരാൻ പറ്റില്ല. കമൻറ്റ് ആകുമ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാം സെയിലിനുണ്ട്. സെയിലിനായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9809806874 എന്നാണ്. നമ്മൾ ഇന്ത്യയിൽ ഓൾ ത്രൂ നമ്മൾ ഇന്ത്യയിൽ അയക്കും, പുറത്തോട്ട് നമ്മൾ അയക്കുന്നുള്ളൂ. കൂടുതൽ ഇന്ത്യക്കകത്താണ് നമ്മൾ അയക്കുന്നത്. മെയിനായിട്ട് സ്പീഡ് പോസ്റ്റ്, പിന്നെ DTDC അങ്ങനെയുള്ള കുറച്ച് കൊറിയേഴ്സ് വഴിയാണ് നമ്മൾ അയക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വിളിക്കാതിരിക്കുക മാക്സിമം. കാരണം വിളിച്ചാലും കുഴപ്പമില്ല, നമുക്ക് സാധനം വിറ്റ് പോകുന്നതാണല്ലോ. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ ക്ലാസ്സിനൊക്കെ പലയിടത്തും നമുക്ക് പല ആവശ്യങ്ങൾ, ക്ലാസ് മാത്രമല്ല പല കാര്യങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും എടുക്കാൻ വേണ്ടി പറ്റില്ല. മാക്സിമം നിങ്ങൾ മെസ്സേജ് ഇടുക. മെസ്സേജ് ഇടുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ എടുത്തിട്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ആൻഡ് വാട്ട് വിൽ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.